എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഈ ഒരു മാറ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇത് വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി വന്ന കുറച്ച് പീസസ് ഉണ്ട്. അപ്പോൾ ആ പീസസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ക്രാഫ്റ്റിന് ഈ ഒരു സ്ട്രിപ്പ് ഗ്രാസിൻ്റെ കാർപ്പറ്റാണ് വേണ്ടത്. ഇനി ഇതിനെ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം എടുത്തിട്ട് ഇതുപോലെ ഒരു വലിയ സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി ഞാൻ അതിലും കുറച്ചും കൂടെ ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു ഈക്വൽ ലെവലിൽ പുറത്തേക്ക് ഒരു റിങ് കിട്ടുന്ന പോലെ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിലത്തെ സർക്കിൾ നമുക്ക് ആവശ്യമില്ല, ഈ പുറത്തെ റിങ്ങാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച കുഞ്ഞു കുഞ്ഞു ഗ്രാസിൻ്റെ പീസസ് ഈ ഒരു റിങ്ങിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓരോ പീസിൻ്റെ ഇടയിലും ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിങ് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രാസിൻ്റെ ഡയറക്ഷൻ എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ദേ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ഈ ഗ്രാസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏതെങ്കിലും പീസ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറച്ച് വൃത്തിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പം പിസ്ത ഷെൽസാണ് എടുക്കുന്നത്. പിസ്ത ഷെൽ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 3 എണ്ണം ഒരുമിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ട് അവിടെ ഉണങ്ങാൻ വെക്കുക. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഉണ്ട പോലെ ഇങ്ങനെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് പെയിൻ്റ് ആണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാത്തിനും റെഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ലുക്കിൽ കിട്ടും. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച റിങ്ങിലേക്ക് ഇതുപോലെ ഈ ഫ്ലവേഴ്സിനെ ഒന്ന് അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെർമോക്കോളിൻ്റെ ബോളാണ് എടുക്കുന്നത്, വൈറ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു റിബൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു റിബണാണിത്. അപ്പോൾ ആ ഒരു റിബൺ ഈ ബോ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ ബോ ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഗ്രീനിൽ റെഡൊക്കെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബോൻ്റെ താഴെ ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു ഗോൾഡൻ ത്രെഡാണ് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗോൾഡൻ റിബൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഒരറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് റെഡ് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ ത്രെഡ് വരുന്ന രീതിയിലാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ടൈറ്റായിട്ട് ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ചുറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റില്ലേ അവിടെ തന്നെ ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ നമ്മൾ പിസ്ത ഷെല്ല് വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഗോൾഡൻ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലവർ എടുത്തിട്ട് ഈ ബോൻ്റെ മിഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബെല്ലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡോറിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റീത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളൊരു ക്രിസ്മസ് ഡെക്കോറായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാതെ ഒരു ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.